कुञ्ज विहारी गोपीजन वल्लभ गिरिवरधारी गोपीजन वल्लभ गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा हरे रामा हरे 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 कृष्ण माताजी धन्यवाद। हरे कृष्ण माताजी, थैंक यू माताजी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तत्भक्ताय नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जन्माद्यस्येतोऽन्ययादितरतश्चार्तेष्वभिज्ञस्वराट् तेने ब्रह्महृदायादिकवे मुह्यन्ति यत्सूरयः। तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिदीर्षदान्तमोऽन्तं संसारिणां करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवती नैष्टिकी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते महाविष्णुगोस्वामिन्यति नामिने। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्यति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि भक्तवृंद की जय। हरे कृष्ण हरे कृष्ण। എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ശരീരാം ഹരേ രാമ രാമ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം 8-9 ശ്ലോകം തുടങ്ങി വെച്ചു തോന്നുന്നു അല്ലെ. 8ാമത്തെ ശ്ലോകം തീർന്നു. 9ാമത്തെ. അപ്പൊ നമ്മള് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം എല്ലാവർക്കും ഭാഗവതത്തിലേക്ക് സ്വാഗതവും. അപ്പൊ നമ്മൾ പഠിച്ചതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെ ഇവിടെ കണ്ടത് ജീവാത്മാവിനെ ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടതായി ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ജീവാത്മാവിനെ നമ്മൾ പറയുന്നു, നമുക്ക് ഈ ഭൗതികതയിലുള്ള വസ്തുക്കളാണ് എല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന് ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ഒന്നും തന്നെയില്ല.
അപ്പം ഒരു ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിലെ പ്രകടമായിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശ്ലോകത്തില്. എങ്ങനെയാ പഠിച്ചത്? നമ്മൾ എത്രയും ശ്ലോകം? 6ാമത്തെ ശ്ലോകത്തില് എങ്ങനെയാണ് ഭഗവാൻ ഈ ലോകത്തിൽ പ്രകടമായിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? താങ്ക് യു മാതാജി. സ്വാംശത്തിലും സ്വാംശങ്ങളായിട്ടും വിഭിന്നാംശങ്ങളായിട്ടും ഈ പ്രപഞ്ചങ്ങളിൽ പ്രകടമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ സ്വാംശവും വിഭിന്നാംശവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അല്ല, ഭഗവാൻ ഏതെല്ലാം രൂപങ്ങളെ എന്തെല്ലാം രീതിയിൽ എടുക്കുന്നു, എന്തായാലും ചിലപ്പം അത് ഏതെല്ലാം പല പല രീതിയിലാകാം. പക്ഷെ അതെല്ലാം ഞാൻ 3 രീതിയിൽ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ആ വിഭിന്നാംശമാകാം, അല്ലെങ്കിൽ ഏത് അവതാരങ്ങളാകാം, എന്തായിട്ട് ഭഗവാൻ വരുന്നു അതിനെല്ലാം നമ്മൾ സ്വാംശങ്ങൾ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഭഗവാന്റെ സ്വന്തം അംശങ്ങളാണ്, സ്വന്തമായിട്ടാണ് ഭഗവാൻ വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെ ഭഗവാനിൽ നിന്ന് ഒരു തീപ്പൊരി മാതിരി വന്നിരിക്കുന്ന ഭഗവാനിൽ നിന്ന് തന്നെയാണ് നമ്മളും വന്നത്. പക്ഷെ അത് വളരെ വളരെ ചെറുതായതുകൊണ്ട് അതിനെ വിഭിന്നാംശം എന്ന് പറയുന്നത്. ഇനി ഭഗവാനും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു? വല്ല വ്യത്യാസവും ഉണ്ടോ? ഭഗവാൻ വിഭുവാണ്, ജീവാത്മാവ് അണുവാണ്. ഞാൻ ചോദിച്ചത് ജീവാത്മാവല്ല, പരമാത്മാവും തമ്മിൽ. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? പരമാത്മാവ് ഭഗവാന്റെ സ്വാംശ ഭാഗമാകുന്നു, അതേസമയം ജീവാത്മാക്കൾ വിഭിന്നാംശ ഭാഗങ്ങളാകുന്നു. മാതാജി, ഭഗവാന്റെ തന്നെ അംശമാണ് പരമാത്മാവ്. അംശമല്ല മാതാജി, സ്വാംശം. ചെറുതല്ല, പരമാത്മാവ് ചെറുതല്ല, നമ്മളാണ് ചെറുത് മാതാജി. നമ്മളാണ് വളരെ ചെറുതായിട്ടുള്ളത്. മനസ്സിലായോ? നമ്മളെന്ന് പറയുന്നത് വലിയ കാട്ടുതീയിൽ നിന്ന് ഒരു പൊരി വീണാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നമ്മള്. പക്ഷെ പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, പക്ഷെ സ്വാംശമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സെന്റൻസ് നമ്മൾ വിടാതെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആ പരമാത്മാവ് ഇല്ലാത്ത പക്ഷം ജീവാത്മാവിന് അസ്തിത്വമില്ല എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ പരമാത്മാവ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട് അവിടെ? അതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്ത് വ്യത്യാസമുണ്ട്? രൂപത്തിലെന്നല്ല, ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. വളരെയധികം വ്യത്യാസം വരുന്നു ഫീച്ചേഴ്സിൽ, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ഭഗവാൻ തന്നെയല്ലേ? ഭഗവാൻ തന്നെയാണ് പരമാത്മാവാകുന്നതും. ഭഗവാൻ ആരൊക്കെയാകുന്നു? ഭഗവാൻ ഒരുപാട് സ്വാംശങ്ങളായി വിഭജിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പരമാത്മാവും ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. ആ പരമാത്മാവായിട്ട് കടക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഭഗവാൻ തന്നെയല്ലേ? നേരത്തെ നിങ്ങൾ പഠിച്ചില്ലേ? ഭഗവാൻ തന്നെ സൃഷ്ടി വേണമെന്ന് തോന്നുമ്പോൾ കാരണാദേശായി വിഷ്ണു ആകുന്നു. പിന്നെന്താണ്? ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കും കടക്കേണ്ടി വരുമ്പോൾ ആരായി മാറുന്നു? വിഷ്ണു. ഇനി ഓരോ ജീവാത്മാവിലേക്കും കടക്കേണ്ടി വരുമ്പോ ആരാകുന്നു? ക്ഷീരോദകശായി വിഷ്ണു ആണ് പരമാത്മാവ്. അല്ലെങ്കിൽ പിന്നെന്ത് പറയും നമ്മൾ അതിനെ? ഹരി എന്നൊക്കെ പറയും അല്ലെ? ക്ഷീരോദകശായി വിഷ്ണു, പരമാത്മാവ്, ഹരി എന്നെല്ലാം പറയുന്ന ഭഗവാനാണ്. അവിടെ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ഉടനെ മനസ്സിലാക്കിയിരിക്കണം. ഫീച്ചേഴ്സിലാണ് വ്യത്യാസം. ഭഗവാൻ തന്നെയാണ്, പരമാത്മാവും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കിക്കണം. അത്രേ അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾക്ക് ഭഗവത്ഗീതയിൽ ഒരുപാടിടത്ത് ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എവിടെയൊക്കെയാണെന്നുള്ളത്? ഭഗവത്ഗീതകളെല്ലാം ഇന്നും പഠിക്കുകയാണ്, എന്ന് വിട്ടേക്കുന്ന കാണാം. അപ്പൊ എവിടൊക്കെ നമ്മൾ പ്രകടമായ വ്യത്യാസം കണ്ടു? എല്ലായിടത്തും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പ്രകടമായിട്ട് 13-ാം അധ്യായം എടുത്തു നോക്കിയാൽ 14, 15, 16, 17 അങ്ങോട്ട് തുടങ്ങുന്ന ശ്ലോകങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പ്രകടമായിട്ട് പറയുന്നു. എന്താണ് പരമാത്മാവ്, ഭഗവാൻ എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്തുകൊണ്ട് ഭഗവാനും പരമാത്മാവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഒന്നുകൂടെ പറഞ്ഞ്. ഫീച്ചേഴ്സിൽ മാത്രം വ്യത്യാസം. ബാക്കി ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്, പക്ഷെ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. അതോർക്കുക. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇതേക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ നേരത്ത് ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി 8ാമത്തെ ശ്ലോകം നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിരുന്നു മയൻ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മയൻ എന്തെല്ലാം നിർമ്മിച്ചു കൊടുത്തു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയും 9ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. അത് വായിച്ചെന്ന് തോന്നുന്നു അല്ലേ? 9 വായിച്ചല്ലോ.
യത്തേജസാ നൃപശിരോഖി മഹന്മഹാർത്ഥം ആര്യോ നിജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമദനാഥമഖായ പൂവ എന്മോചിതാസ്തനയൻ ബലിമധ്വരേതേ. വായിച്ച അർത്ഥവും പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഇനി അതിനെക്കുറിച്ച് വിവർത്തനം ഇതുവാ പറയാനുള്ളത്. ട്രാൻസ്ലേഷൻ പർപ്പട്ട് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഇന്ന് പ്രഭു ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് നോക്കുക. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവം ശ്രീരൂപം സാത്വജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാത്വേദം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യസ്യ കൃപാസന്തുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിന്റെ കൃപയാലാണ് അങ്ങയുടെ ആദരണീയനായ അനുജനും 10,000 ആനകളുടെ ശക്തിയുള്ളവനുമായ ഭീമസേനന് നിരവധി രാജാക്കന്മാർ പാദസേവ ചെയ്യുന്ന ജരാസന്ധനെ വധിക്കാൻ കഴിഞ്ഞത്. ഈ രാജാക്കന്മാരെല്ലാം ജരാസന്ധന്റെ മഹാഭൈരവ യജ്ഞബലിക്കായി കൊണ്ടുവരപ്പെട്ടവരാണ്. എന്നാൽ അവരെല്ലാവരും സ്വതന്ത്രരാക്കപ്പെട്ടു. അനന്തരം അവർ അങ്ങയുടെ രാജപ്രൗഢിക്ക് ഉപചാരം അർപ്പിച്ചു. ഇതാര് പറയുകയാണ്? ഹരേ കൃഷ്ണ. ഉറങ്ങിയോ എല്ലാരും? ആരും ഇല്ലേ? ഇതാരാ പറയുന്നേ? അർജുന യുധിഷ്ഠിര മകനോട് പറയുന്നല്ലേ പറയുകയാണ്. അപ്പം ആ ഒരു കൃഷ്ണനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ദുഃഖത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്, അല്ലെ? നമ്മളിപ്പൊ പറയുമ്പോ എന്താണ്, ഒരു ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ചില അവസരത്തിൽ എന്താണ് അവരെ കുറിച്ച് പുകഴ്ത്തി പറയും. ഇവിടെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം എത്ര വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ട് പോയതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ആരാണ്? ജരാസന്ധനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെ? ജരാസന്ധനെ വധിച്ചത് ആരാണ് എന്ന് നമുക്കറിയാം. ആരാ ജരാസന്ധനെ വധിക്കുന്നത്? കൃഷ്ണനാണോ? ഏറ്റവും മഗധയിലെ അതിശക്തനായ ഒരു രാജാവായിരുന്നു ജരാസന്ധൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച്, ജരാസന്ധനെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പറയാൻ കാരണം വളരെ വളരെ കഴിവുള്ള, ഒരുപാട് പ്രാവശ്യം യുദ്ധം ചെയ്ത രാജാവായിരുന്നു ജരാസന്ധൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ജരാസന്ധൻ എന്ന് പറയുന്നത് കംസൻ 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്, അസ്ഥിയും പ്രാപ്തിയും. അവരുടെ അച്ഛനായിരുന്നു ജരാസന്ധൻ. അപ്പൊ ആ ജരാസന്ധനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴേ അദ്ദേഹം വളരെ അതിശക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ബൃഹദ്രഥ രാജാവെന്നായിരുന്നു. അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കുറെ നാൾ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2 ഭാര്യമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മക്കൾ ഉണ്ടാകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം വൈഷമ്യം അനുഭവപ്പെട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ അദ്ദേഹം ഒരു ദിവസം വിചാരിച്ചു, ഇനി സന്താന സൗഭാഗ്യം എന്തായാലും ലഭിക്കുന്നില്ല, നിരാശനാണ് ഞാൻ. അപ്പം അവരെ കൊട്ടാരം അപേക്ഷിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് 2 ഭാര്യമാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വനത്തിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ശ്രേഷ്ഠ മഹർഷിയെ കാണുന്നുണ്ട്. ആ മഹർഷിയുടെ പേര് ചന്ദ്രകോശി എന്നായിരുന്നു. അദ്ദേഹം അവിടെ കണ്ടു, അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴും ഒരു മാമ്പഴം എടുത്ത് രാജ്ഞിമാർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ രാജ്ഞിമാരത് കഴിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവർ 2 പേരും പറഞ്ഞതനുസരിച്ച് അതെല്ലാം ചെയ്യുകയും അവരെ ഗർഭിണികളായി മാറുകയും ചെയ്തു. രാജാവ് വളരെയധികം സന്തോഷിച്ചു. തിരുച്ചുകൊട്ടാരത്തിലേക്ക് പോകാമല്ലോ, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉള്ള കൊട്ടാരമാണ്. അപ്പോഴേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോവുകയും ചെയ്യാം, അദ്ദേഹത്തിന് കുട്ടികളെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ വളരെയധികം സന്തോഷിച്ചു. പക്ഷെ പോയില്ല. അപ്പൊ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. പ്രസവം എടുത്തു. അത് രാജ്ഞിമാർ 2 പേരും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ 2 മാംസഭാഗങ്ങളാണ്. ഒരുപോലെ ഒരു കുഞ്ഞിന്റെ 2 ശരീരം 2ആയിട്ട് മുറിച്ചതുപോലെ അങ്ങനെ
ഒരേ രീതിയിൽ മുറിച്ചു വെച്ചത് മാതിരി 2 ഭാഗങ്ങളാണ്. രണ്ടുപേരും ഒരു മാമ്പഴം രണ്ടുപേരായിട്ട് അങ്ങ് കഴിച്ചത്. അപ്പൊ അങ്ങനെ കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഭയമായിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് വിഷമമായിട്ട് അവർ ഇത് രണ്ടും അവിടെ ഒരു കാട്ടിൽ അവിടെ താമസിച്ചിരുന്ന അതിനടുത്തുള്ള വേറൊരു കാട്ടിൽ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ച് അവിടെ കിടക്കുവാണ്. അപ്പൊ ഇവർക്ക് വളരെ വിഷമമായി. ഇവർ കാട്ടിലാണ് താമസിക്കുന്നത്, ഇവർക്ക് വളരെയധികം വിഷമം ഉണ്ടായി. അങ്ങനെ ആ സമയം അവിടെ ഒരു വലിയൊരു രാക്ഷസി പാർത്തിരുന്ന ഒരു വനമായിരുന്നു അത്. അവൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടികളെ കണ്ടെത്തിയപ്പോഴേ അവൾ ഇത് കണ്ടപ്പോ നല്ല ഇത് തോന്നിച്ചു. ഉടനെ കഴിക്കാമല്ലോ, നല്ല ഭാഗങ്ങള് രക്തം ഒലിച്ച് കിടക്കുന്ന 2 കുഞ്ഞുങ്ങളെ കഴിക്കാമെന്നും പറഞ്ഞ് അവൾ വളരെ സന്തോഷത്തോടുകൂടി അത് എടുത്തു കഴിഞ്ഞപ്പോ അവൾക്കൊരു രസം തോന്നി. ഇത് ഒരുപോലുള്ള ഭാഗങ്ങളാണല്ലോ, എനിക്കിത് കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവിടെ ഒരു കുസൃതി ചെയ്തതുപോലെ അതിനെ 2നെയും കൂട്ടിച്ചേർത്തു. ഉടനെ അവനൊരു പൂർണ്ണനായ ഒരു മനോഹരനായ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയായി മാറുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി വളരെയധികം സന്തോഷമുണ്ടായി, നല്ലൊരു കുട്ടിയായി. അവൾ അതിനെ കൊണ്ടുവന്ന് എന്നാൽ ഇവിടുത്തെ രാജാവിന് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് രാജാവിന് സമർപ്പിക്കാനായിട്ട് പോയി. അങ്ങനെ അതിനെ രാജാവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ജരാസന്ധനെ ആ ബൃഹദ്രഥ രാജാവിന് ലഭിക്കുന്നത്. അപ്പം ബൃഹദ്രഥ രാജാവിന്റെ മകനായിട്ടാണ് അദ്ദേഹം വളരുന്നത്. അപ്പൊ അങ്ങനെ ആ ശിശുവിനെ പിന്നെ അവിടെ കൊടുത്തപ്പോഴേ എന്താണ് നിനക്ക് വേണ്ടത്, നീ എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് ചെയ്തത്. ഇങ്ങനെ കുട്ടികളെ ചേർത്താമെന്നും പറഞ്ഞില്ല, അവൾ കുട്ടികളെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നിനക്ക് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ കുട്ടിക്ക് എന്റെ പേര് ചേർത്തുള്ള പേരിടണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് സമ്മതിച്ചു. അങ്ങനെ ജരയാൽ സന്ധിക്കപ്പെട്ടതിനാൽ ജരാസന്ധൻ എന്ന പേര് വരികയും ചെയ്തു. അങ്ങനെ ജര എന്ന രാക്ഷസിയാൽ സന്ധിക്കപ്പെട്ടത്, യോജിപ്പിച്ചത് എന്നർത്ഥമുള്ള ജരാസന്ധൻ എന്ന പേര് നൽകി. അപ്പം ഇത് എവിടുന്ന ഈ കുട്ടി ഉണ്ടാകിയത്, പണ്ടൊരു വലിയ രാക്ഷസി ഉണ്ടായിരുന്നു, വിപ്രസിദ്ധി എന്നായിരുന്നു പേര്. അപ്പം യഥാർത്ഥത്തിൽ അത് കശ്യപന്റെയും ധനുവിന്റെയും സന്തതിയായിരുന്നു ഈ വിപ്രസിദ്ധി. വളരെ വളരെ കഴിവുള്ള, വളരെയധികം ഒരുപാട് കഴിവുള്ള ഒരാളായിരുന്നു വിപ്രസിദ്ധി എന്ന് പറയുന്നത്. അത് രാക്ഷസി. അപ്പം അങ്ങനെ ആരുടെയൊക്കെയാണ്, കശ്യപന്റെയും ധനുവിന്റെയും കുട്ടിയായിരുന്നു. അപ്പൊ അവര് 33 മക്കളുള്ളതിൽ ഏറ്റവും മൂത്ത ആളുകൂടി ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് പുരുഷനാണെന്ന് പറയുന്നു, സ്ത്രീയാന്ന് പറയുന്നു, രാക്ഷസി എന്നും പറയുന്നുണ്ട്. അവിടെ വന്നപ്പോഴേ അവന് ഒരു ദാനവ രാജാവായിരുന്നു. ആ സമയത്ത് സിംഹിയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സൊർഫാനാണ് മകനെന്നും പറയുന്നുണ്ട്. ചില കഥകളിലൊക്കെ അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെയായാലും എന്തായാലും ആട്ടെ, ഈ വിപ്രസിദ്ധിയുടെ പുനർജന്മമാണ് എന്നും പറയുന്നുണ്ട്. എന്തോ അത് ജരാസന്ധൻ എന്ന് നാമകരണം ചെയ്തു. യഥാർത്ഥത്തിൽ ജരാസന്ധൻ വിപ്രസിദ്ധി എന്ന ശ്രീലപ്രഭുപാദിന് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെത്തി എന്ന രാക്ഷസിയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒരുവാനായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഏത് ദിവ്യ പുരുഷന്റെ അനുഗ്രഹത്താലാണോ രാജ്കുമാർ ശിശുവിനെ പ്രസവിച്ചത്, ആ മഹർഷി ചന്ദ്രകൗശികൻ എന്ന് അറിയപ്പെട്ടു. പിന്നെയും അതിനെക്കുറിച്ച് ബൃഹദ്രഥൻ അതിനെക്കുറിച്ച് ചോദിക്കുകയും അതിന്റെ നാമകരണങ്ങളും അതിന്റെ എല്ലാ രീതിയിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളർന്നു വന്ന കുട്ടിയാണ് ജരാസന്ധൻ. വളരെ കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ കംസന്റെ കഴിവ് കണ്ടിട്ടാണ് മക്കളെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പിന്നീട് ജരാസന്ധന്റെ പ്രത്യേകത പറയുമ്പം രാക്ഷസീയ ഗുണമാണ് അവിടെ ഉണ്ടായിരുന്നത്. വിപ്രസിദ്ധി രാക്ഷസനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു രാക്ഷസീയ ഗുണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഭൂതപ്രേത പിശാചുക്കളുടെ പ്രഭുവായിട്ട് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. അപ്പം അതുപോലെ പിന്നെ നമ്മുടെ ഭൂതപ്രേത പിശാചുക്കളുടെ പ്രഭു എന്ന് പറയുന്ന ആരാണ്? നമ്മളെപ്പോഴും പറയുന്ന ആരെയാണ്? പരമശിവൻ. പരമശിവൻ. ആ പരമശിവന്റെ മഹാഭക്തനായിരുന്നു ജരാസന്ധൻ. അപ്പൊ അങ്ങനെ ആ ജരാസന്ധൻ മഹാഭക്തനായി. അതുപോലെ രാവണനെ പോലെ അല്ലെ, രാവണനും ശിവഭഗവാന്റെ മഹാഭക്തനായിരുന്നല്ലോ, ഇദ്ദേഹവും അത് തന്നെയായിരുന്നു.
അങ്ങനെ അദ്ദേഹം ഈ ഓരോ യജ്ഞം നടത്താനായിട്ട് രാജാക്കന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എന്ത് ചെയ്യുമായിരുന്നു? ബലിയർപ്പിക്കാൻ വേണ്ടി ശിവഭഗവാന് ബലിയർപ്പിച്ച് ശിവഭഗവാന്റെ കാരുണ്യം നേടാൻ വേണ്ടിയിട്ട് ഓരോ രാജാക്കന്മാരെ, ചിലർ സ്ത്രീകളെ കൊണ്ടുവന്നാക്കും, ചിലർ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ ഓരോന്ന് ചെയ്തിരുന്നു. അങ്ങനെ ആ സമയത്ത് ജരാസന്ധൻ ഇവരെ എല്ലാം വിളിച്ചുകൊണ്ടുവന്ന് തടങ്കലിലിടും. തടങ്കലിലിട്ടിട്ട് ഓരോ ദിവസം ഓരോരുത്തരെ എന്ത് ചെയ്യും? ബലി അർപ്പിക്കുക. അങ്ങനെ ആദ്യം പരാജയപ്പെടുത്തും, എന്നിട്ട് പിടിച്ചുകൊണ്ടുവരും, എന്നിട്ട് ബലിയർപ്പിക്കും. അങ്ങനെ ശിവന്റെ സാന്നിധ്യം, ശിവന്റെ ഇഷ്ടം നേടിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് പോലെ ആയിരുന്നു അത്. അപ്പം പിന്നെ കംസനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പിന്നെ അവിടെ പറയാനുള്ളത് ജരാസന്ധനും അതുപോലെ ഭഗവാനും തമ്മിലുള്ള യുദ്ധങ്ങൾ. എത്ര യുദ്ധം നടത്തിയിട്ടുണ്ട് ജരാസന്ധൻ ഭഗവാനുമായിട്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? വായിച്ചു കാണും നിങ്ങള്. 18 യുദ്ധങ്ങളാണ്. 18 യുദ്ധങ്ങൾ. കാരണം ജരാസന്ധന് ഭയങ്കര ദേഷ്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഭയങ്കര ദേഷ്യം ഉണ്ടായത്? ഭഗവാനോട് ദേഷ്യം ഉണ്ടാകാൻ കാരണം എന്താണ്? ഭഗവാൻ കംസനെ വധിച്ചു. കംസൻ ആരാ? മക്കളുടെ മരുമകനെ വധിച്ചു. അത് വെച്ചുകൊണ്ടുള്ള ദേഷ്യം കൊണ്ട് ഇദ്ദേഹം യുദ്ധത്തിന് തയ്യാറാകുകയാണ്. ഏത് രീതിയിലും കൃഷ്ണനെ കൊല്ലണം, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ആ ഒരു രീതിയിൽ എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ആ രാജ്യത്തെ, മധുരയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നു. എപ്പോഴും മധുരയെ ഏത് രീതിയിലും ഇല്ലാതാക്കണം, അതായിരുന്നു ഉദ്ദേശം. അപ്പൊ അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു? സൂത്രം പ്രയോഗിച്ചിട്ട് ഭഗവാനും ബലരാമനും കൂടി ദ്വാരകയിലേക്ക് മാറി. അപ്പം ദ്വാരകയിലേക്ക് മാറി. അപ്പൊ ഭഗവാനെ വധിച്ചു എന്ന് അദ്ദേഹം കരുതി. ആരെ? ഭഗവാനെയും ബലരാമനെയും കൂടി തീയിട്ടു വധിച്ചു. കാരണം അദ്ദേഹം വലിയ മലയുടെ മകളിലേക്ക് കയറിപ്പോയി. ആ മലയ്ക്ക് തീ കൊടുത്തു. ആ മല തീ കൊടുത്തിട്ട് അവിടെ വധിച്ചു എന്ന് കരുതി. പക്ഷെ അദ്ദേഹം ചാടിയത് ബലരാമനും കൃഷ്ണനും കൂടി ചാടി എവിടെ എത്തി? ദ്വാരകയിലെത്തുകയും അവിടെ വലിയ ആ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന മധുരയെ അവരെ ആക്രമിക്കും. മധുരയെ അവരെ ആക്രമിച്ച് സ്വന്തം ആൾക്കാരെ വധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എല്ലാ മധുരയിലുണ്ടായിരുന്ന സർവ്വസന്നാഹങ്ങളും ദ്വാരകയിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. അതൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ നിരവധി എന്നിട്ടും പിന്നീട് കണ്ടുപിടിച്ചു. അങ്ങനെ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. എല്ലാ യുദ്ധത്തിലും കൃഷ്ണൻ തോൽപ്പിക്കും. പക്ഷേ കൃഷ്ണൻ പിടിച്ചെടുക്കത്തില്ല രാജ്യം. വീണ്ടും ഇയാൾ യുദ്ധത്തിന് ചെല്ലും. വീണ്ടും യുദ്ധം. അങ്ങനെ ഏത് സമയവും 17 യുദ്ധം നടന്നു. 18ാമത്തെ യുദ്ധത്തിലാണ് അദ്ദേഹം ലാസ്റ്റിൽ എല്ലാത്തിനും ഭഗവാൻ ഒരു സമയം കണ്ടുവച്ചിട്ടുണ്ട്. ഭഗവാൻ എളുപ്പമൊരു കാര്യവും അങ്ങ് നടത്തിക്കൊണ്ടെന്നാ പോകാമെന്നൊന്നും വിചാരിക്കത്തില്ല. അതിനെല്ലാം ഓരോ അവസരങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാ യുദ്ധത്തിലും പരാജയം കൈവരിക്കുമ്പോഴും രാജ്യം പിടിച്ചെടുത്തിട്ട് സ്വന്തമാക്കിക്കൊണ്ട് അവനെ നിഷ്പ്രഭമാക്കാൻ ഒട്ടും തന്നെ ശ്രമിച്ചില്ല. അപ്പം അങ്ങനെ ജരാസന്ധൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ ആ യുദ്ധങ്ങളിലെ ജരാസന്ധനെ വധിക്കാനായി ഭഗവാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഭീമനും അർജുനനും കൂടി ചേർന്ന് അവസാനം കൃഷ്ണൻ പറയും, നമുക്ക് ജരാസന്ധനെ വധിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അർജുനനെയും ഭീമനെയും വിളിച്ചിട്ട് യുദ്ധത്തിനായിട്ട് പോകാമെന്ന് പറയും. അതിനായിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഇതെല്ലാം അറിയാം. ഇവൻ ജരയാൽ ചേർക്കപ്പെട്ടവനാണെന്നും അതിനെ ഒരു കൃഷ്ണൻ അല്ല വധിക്കുക. എന്തുകൊണ്ട് 17 യുദ്ധത്തിലും കൃഷ്ണൻ വധിച്ചില്ല എന്ന് ചോദിച്ചാൽ, കൃഷ്ണനല്ല വധിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് ഭഗവാൻ ആ റൂൾസിനൊന്നും മാറ്റം വരുത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വധിക്കാനുള്ള പ്ലാൻ എല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലും. കൊട്ടാരത്തിൽ ചെന്ന് ജരാസന്ധന് ആർക്കും ദാനം കൊടുക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ചില ഗുണങ്ങളുള്ളവരെ എളുപ്പമൊന്നും ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഏത് രീതിയിലും ചില ഗുണങ്ങളുള്ള ആൾക്കാരെ ഭഗവാൻ എളുപ്പം തോന്നി എത്രയും വേഗം നല്ലതാക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഭഗവാൻ അറിയാൻ ഇവര് നന്നാവില്ല എന്ന്. എന്നിരുന്നാൽ പോലും അത് നന്നാക്കാനുള്ള ശ്രമം ഭഗവാൻ നടത്തുകയും ചെയ്യും. അപ്പൊ എല്ലാ രീതിയിലും നമുക്കറിയാൻ പാണ്ഡവരോട് കാണിച്ചത് അല്ലേ? ആദ്യം ചെന്നിട്ട് എന്താണ് അവരോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ 5 വീടെങ്കിൽ എന്താണ് ഒരു രാജ്യം കൊടുക്കാൻ പറയുന്നു. ഒരു രാജ്യം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു പ്രദേശം കൊടുക്കുക.
അതും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് ഓരോ വീട് കൊടുക്കുക, അതും കൊടുക്കത്തില്ല. എന്നാൽ ഒറ്റ വീടെങ്കിലും കൊടുക്കുക, അതും കൊടുക്കത്തില്ല. അങ്ങനെ വന്ന് എല്ലാത്തിലും സൂചി കുത്താൻ സ്ഥലം പോലും കൊടുക്കുകയില്ല എന്ന് കേട്ടപ്പോഴാണ് ഭഗവാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നത്. അപ്പൊ ആദ്യം എല്ലാ സാഹചര്യത്തിലും ഭഗവാൻ ആർക്കും ഒരു അവസരം കൊടുക്കാതിരിക്കുകയില്ല. അവസരം കൊടുത്തതിന് ശേഷം അതിൽ അവര് പുറകോട്ട് പോയാലാണ് പിന്നെ യുദ്ധത്തിന് തയ്യാറാകുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു? ജരാസന്ധന്റെ അടുത്ത് പോയി. ജരാസന്ധൻ ബ്രാഹ്മണ വേഷത്തിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പം ജരാസന്ധനെ മനസ്സിലാക്കാത്ത രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ഭീമസേനും അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാനമായിട്ട് വേണ്ടത് ഞങ്ങൾക്ക് യുദ്ധമാണെന്ന് പറയും. അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയും. അപ്പം ജരാസന്ധൻ നോക്കിയപ്പോ ഈ കൃഷ്ണനൊന്നും വലിയ ശരീരമൊന്നുമില്ല, അല്ല അർജുനനും വലിയ ശരീരമൊന്നും ഇല്ല എന്ന് തോന്നി. അവരെ സംബന്ധിച്ച് വലിയ ശരീരം തന്നെയാണ് അവർക്കൊക്കെ ഉള്ളതെങ്കിലും ഈ ജരാസന്ധനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ അപേക്ഷിച്ച് വലിയ ശരീരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യണമെങ്കിൽ ഈ ഇരിക്കുന്ന ഭീമനൊന്നും അറിയില്ല, ഈ ഇരിക്കുന്ന ആളിനോട് ഞാൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് പറയും. ഓക്കെ, അത് അവര് ഏൽക്കുന്നു. അപ്പം ഭീമസേനോട് മാത്രമേ യുദ്ധത്തിൽ ഏർപ്പെടൂ എന്ന വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പൊ അനേക ദിവസങ്ങൾ അപ്പൊ ഇവരെല്ലാവരും പിന്നീട് യുദ്ധം ഇങ്ങനെ പറഞ്ഞെങ്കിലും യുദ്ധം അങ്ങോട്ട് നടക്കുന്നുണ്ട്. ജരാസന്ധന്റെ ആൾക്കാർ ഇവരോട് യുദ്ധത്തിന് വരുന്നുണ്ട്, ഇവർ യുദ്ധം ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ജരാസന്ധന്റെ ഒരുപാട് ദിവസം ഭീമനും തമ്മിൽ യുദ്ധം ചെയ്തു. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടും പരാജയമെന്നൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. ജരാസന്ധനും നല്ലപോലെ യുദ്ധം ചെയ്യുന്നു, ഭീമനും നന്നായിട്ട് യുദ്ധം ചെയ്യുന്നു. പക്ഷേ പരാജയം എവിടെയും ഉണ്ടാകുന്നപ്പോൾ ഭീമസേന നിരാശനായി മാറി. കാരണം ഇത്രയും ദിവസം ഇവനെ വധിക്കാൻ നോക്കിയിട്ടും സാധിക്കാതെ വരുന്നു. അപ്പൊ അങ്ങനെ ഭഗവാന് മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ. ശിശുവായിരുന്നപ്പം ജലയാൽ ചേർക്കപ്പെട്ടത് കൊണ്ട് എന്താണ് ആ കൂട്ടി യോജിപ്പിച്ചതുപോലെ കീറിയെടുത്തെങ്കിൽ മാത്രമേ ഇവനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് അങ്ങനെ ഒരു സൂചന ഭഗവാൻ ഭീമസേനന് നൽകുകയും അങ്ങനെ ഭീമസേനൻ ദേഹത്തെ രണ്ടായി പിളർക്കുകയും ചെയ്തു. അപ്രകാരമാണ് അവനെ വധിച്ചത് എന്നാണ് സ്റ്റോറി പറയുന്നത്. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ ഇതെല്ലാം. അപ്പൊ അങ്ങനെ മഹാഭൈരവന് ബലി കൊടുക്കാനായിട്ട് നമുക്കറിയാം, ശിവന് ബലി കൊടുക്കുന്ന മഹാഭൈരവനാണല്ലോ ബലി കൊടുക്കുന്നത്. അതിന് കൊലേറത്താവളത്തിൽ ഒരുപാട് പേര് പാർപ്പിച്ചിരുന്നു. അങ്ങനെ ആ രാജാക്കന്മാരെ എല്ലാം ഭീമസേനൻ ചെന്ന് സ്വതന്ത്രരാക്കുകയും അവരെല്ലാം അദ്ദേഹത്തോട് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും അവരെല്ലാം യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്തെ മഹാരാജാവിനോട് ഉപചാരം അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗമായി മാറുക മീൻസ് അദ്ദേഹത്തോട് ഒരു അദ്ദേഹത്തെ പ്രശംസിക്കുന്നവരായി മാറുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. ഹരേ കൃഷ്ണ. കഥയായതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് 17 പ്രാവശ്യം പരാജയപ്പെടുത്തിയിട്ട് പോലും ഭഗവാൻ ബാധിച്ചില്ല എന്നുള്ളത് ഓർക്കണം. പിന്നെ ആ സമയത്ത് ഏകദേശം 23 അക്ഷൗണികളോളം ഉണ്ടായിരുന്നു അവിടെ യുദ്ധത്തിനായിട്ട് എന്നും മറക്കരുത്. പിന്നെ ഭഗവാന്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഭഗവാൻ രണച്ചോറെന്ന് ഭഗവാനെ പറയുന്നു. ഭഗവാൻ ഇവൻ കള്ളനായിട്ട് ഓടിപ്പോയി എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെയാണ് മുചുകുന്ദന്റെ അടുത്തേക്ക് പോകുന്നത്. ആ സമയത്ത് തന്നെയാണ് യവന സൈന്യം വന്ന് ആക്രമിക്കുന്നതും കാലയവനൻ വരുന്നതും ഈ യുദ്ധത്തിനോട് അനുബന്ധിച്ചാണ്, അടുത്താണ്. അപ്പൊ കാലയവനൻ നിന്ന് ഭഗവാനെ ആകർഷിക്കുന്നതും ഭഗവാൻ പുറവിൻ ചെല്ലുന്നതും ഒക്കെ ആ യുദ്ധത്തിനായിട്ട് തയ്യാറാകുന്നത്. അപ്പൊ 2 ഭാഗത്തിൽ നിന്നും മഗധയ്ക്ക് എന്തുണ്ടായി? പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായി. ഈ മഗധ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാം? ഇന്നത്തെ ബീഹാറാണ് മഗധ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ബാധിച്ചില്ല? ആരും ഇല്ലേ? ഹരേ കൃഷ്ണ. അത് ഭഗവാനല്ല വധിക്കേണ്ടത്, ഭീമസേനാണ് ബാധിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ വിട്ടയച്ചു. ശരി. പിന്നെ ഭഗവാന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതും ഓർത്തിരിക്കേണ്ടതാണ്. ഭഗവാന് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്ത ഭഗവാന്റെ രാജ്യത്തിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത മയൻ എന്ന രാക്ഷസനെ കുറിച്ച് പറയുന്നുണ്ടത്. മയൻ എന്ന് പറയുന്ന ആള് ബ്രഹ്മാവിനെ തപസ് ചെയ്തിരുന്ന ആളാണ്.
എന്തിനാണ് തപസ് ചെയ്തതെന്ന് ചോദിച്ചാല് എനിക്ക് മരണം ഉണ്ടാകരുത് എന്നും പറഞ്ഞാണ് തപസ് ചെയ്തത്. പക്ഷേ മരണം കൊടുക്കത്തക്ക രീതിയിലുള്ള കഴിവ് ബ്രഹ്മാവിനില്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് മാത്രം കൊടുത്തില്ല. അങ്ങനെ അസുരന്മാരും സുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നു. അവിടെ ഒരു അമൃത സഞ്ജീവിനി എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്, അസുരന്മാർക്ക് മരണം ഉണ്ടാകുകയില്ല. കൃഷ്ണൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ചെന്നിട്ട് ആ ഒരു പശുക്കുട്ടിയുടെ രൂപം എടുത്ത് ചെന്നിട്ട് അമൃതം മുഴുവൻ കുടിച്ചെടുക്കുന്നു. അങ്ങനെ അസുരന്മാർ പരാജയപ്പെടുന്നു. പക്ഷേ ആ യുദ്ധത്തിലാണ്, ആ സമയത്താണ് അർജുനനെ ശരണം പ്രാപിക്കുന്നത് ആരെ, മയനെ. അങ്ങനെ അർജുനൻ ഒരു ഭഗവാന്റെ എതിരാളിയായിട്ട് നിൽക്കുകയാണ് മയനെങ്കിലും അർജുനൻ പറഞ്ഞതുകൊണ്ട്, അഥവാ അർജുനന്റെ സഹായത്തോടെ ഒരു ഭക്തൻ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും എന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. അങ്ങനെ അർജുനന്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ അർജുനന്റെ ഇഷ്ടപ്രകാരം കൃഷ്ണൻ അവരെ വധിക്കുന്നില്ല. അങ്ങനെ മയനോട് പറഞ്ഞു, എന്താണ്, ഈ രാജാവിന് ആവശ്യമായ സഭാമന്ദിരം പണിയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സഭാമന്ദിരവും പണിയിച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 10ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ തന്നെ വായിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹരേ കൃഷ്ണ. എന്ത് പറ്റി? ഇന്ന് പതിവിന് വിപരീതമായിട്ടോ? ആരും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യത്തേജസാ നൃപശിരോ ശിരോങ്ക്രി മഹാൻ മഹാർത്ഥം ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃദാ പ്രമഥനാഥ മഹായ ഭൂപ യന്മോചിതാസ്തദനയൻ ബലിമദ്വരേതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിച്ചോളൂ. ഒരുപാട് വേർഡ്സ് ഉള്ള ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. തേജസാ നൃപശിരോ ക്രീമഹന്മഖാർത്ഥം ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമഥനാഥമഖായ ഭൂപ യന്മോചിതാസ്തദനയൻ ബലിമധ്വരേതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇപ്പൊ ഈ പഠിച്ച സ്റ്റോറീസിൽ നിന്നൊക്കെ നമ്മളെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ എങ്ങനെ സറണ്ടർ ചെയ്യണം, ഏത് രീതിയിൽ സറണ്ടർ ചെയ്താലും ഭഗവാൻ അത് സ്വീകരിക്കും നമ്മൾ ഭഗവാനോട്. അപ്പൊ അതിനെ പ്രധാനമായിട്ട് ഭഗവാൻ സറണ്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡിവോഷണൽ സർവീസിൽ കൂടി, ആ ഒരു ഭക്തിയുത സേവനത്തിൽ കൂടി നമ്മൾ ഭഗവാനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയവും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു രീതി, അതാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. പക്ഷേ ഭഗവാൻ ആ സമയത്ത് ഭഗവാൻ എന്തിന്റെ രൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്, ഭാഗവതമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മളിപ്പം മനസ്സിലാക്കുക. അർജുനൻ നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ അർജുനന് ആ ഒരു രീതിയിൽ എനിക്ക് നഷ്ടമായി എന്ന് ഓർത്ത് വിലപിക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പം ഭഗവാൻ തന്നെ നമുക്ക് ഭാഗവതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പറ്റുന്നത്ര നാമജപം നമ്മൾ നടത്തുക. അതുപോലെ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ തയ്യാറാകുക. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്തിയുത സേവനം, അല്ലെ? അതുപോലെ നാമജപം. ഇത് രണ്ടും ഒരേ തൂക്കത്തിൽ നമ്മളിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ആ നാമജപത്തിന് യാതൊരു മാറ്റവും മുറ തെറ്റാതെ വേണ്ട രീതിയിൽ നാമം ജപിക്കാൻ നമ്മൾ പരിശീലിക്കുക. അതുപോലെ ഭക്തിയുത സേവനം നടത്തുക. പിന്നെ നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ളത്, നമ്മുടെ നാമജപത്തിനോ നമ്മുടെ ഭക്തിയുത സേവനത്തിനോ അൺഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും വന്നാൽ, അനുകൂലമല്ലാത്തത് വന്നാൽ അതിനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നമുക്ക് അൺഫേവറബിൾ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ചിലപ്പം എന്താണ്, നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് നമ്മുടെ സമയം പോകും. പ്രജൽഭം, അല്ലെ? നമ്മള് ആവശ്യമില്ലാത്തത് സംസാരിക്കുമ്പോൾ നമ്മുടെ ടൈം പോവുകയാണ്. നമുക്ക് ഓരോ മിനിറ്റിനും വിലയുണ്ട്. ഏത് സമയം നമ്മളിപ്പം ഒരു 3:30 എഴുന്നേക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കുന്നു. അപ്പൊ ആ ഒരു സമയം തൊട്ട് നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും നമുക്ക് വിലയുള്ളതാണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ആരെയും കാണുമ്പോഴും നമ്മൾ സംസാരിച്ച് നമ്മൾ സമയം കളയാതിരിക്കാൻ നോക്കുക. പിന്നെ മടി ഉണ്ടാവും. എന്നും 3:30 എഴുന്നേക്കണം, അല്ലെങ്കിൽ എന്നും 4 എഴുന്നേക്കണം, ഒരു വല്ലാത്ത മടി, ഇച്ചിരി കൂടെ അല്പം കൂടെ കിടക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ
കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മളെ നമ്മുടെ ഈ ഭക്തിയുത സേവനത്തെ മാറ്റിമറിയാതെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറുക. അതുപോലെ നമ്മൾ ആഹാര കാര്യത്തിൽ എപ്പോഴും നമ്മൾ മിതത്വം പാലിക്കുക. ഒരുപാട് കഴിക്കാതിരിക്കുക, വളരെ കുറച്ച് കഴിക്കാതെയും ഇരിക്കുക. അത് രണ്ടും നമ്മളെ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യമുള്ള ആഹാരം, ഇത് മൂന്നും നമുക്ക് ഈ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ എന്താണ്, പിന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. എന്താണ് ആ വിശ്വാസം? എന്ത് വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്? ഭഗവാനിൽ ഉറച്ച വിശ്വാസം. ഏതൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോഴും ചിലപ്പോൾ നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഏത് സമയത്തും നമുക്ക് പ്രശ്നമുണ്ട്. മനുഷ്യനായിട്ട് ജനിച്ചു പോയോ പ്രശ്നവും കൂടെ ഉണ്ട്. ഏത് ജീവജാലങ്ങൾക്കും പ്രശ്നമുണ്ട്, മനുഷ്യന് മാത്രമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ആ അൺഫേവറബിൾ കണ്ടീഷനിൽ നമുക്ക് പൊട്ടൻഷ്യൽ തരാൻ കൃഷ്ണനുണ്ട് എന്നുള്ള 5 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അൺഫേവറബിൾ ആയിട്ടുള്ളത് നമ്മൾ ഉപേക്ഷിക്കണം. ഏത് സിറ്റുവേഷൻ ആയെങ്കിലും ശരി, ഭഗവാൻ നമുക്ക് രക്ഷ തരും, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ആ കൺവിക്ഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കണം. അപ്പൊ അതുപോലെ ഭഗവാനാണ് എൻ്റെ പ്രഭു, ഭഗവാനാണ് എൻ്റെ മാസ്റ്റർ, ഭഗവാനാണ് എൻ്റെ ഗാർഡിയൻ. അതിനെ എനിക്ക് തരുന്നത് ആരാണ്? ആ ഒരു എല്ലാത്തിനെയും തരാൻ കഴിയുന്ന ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധഭക്തനായ ആരോ ആകട്ടെ, മഹാരാജാകാം, പ്രഭുപാദരാകാം, ഇപ്പൊ നമുക്ക് ഇതെല്ലാം അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. നമുക്ക് അതുണ്ട് എന്നുള്ളത്, ആ ഭഗവാനാണ് എൻ്റെ എല്ലാം എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കണം. അത് ഇല്ലാത്തവരും അതുണ്ടാക്കി, എനിക്ക് സമയമില്ല, മടി എന്നുള്ളത് കളഞ്ഞിട്ട് അതെപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. പിന്നെ ചെയ്യേണ്ടത് ഫുള്ളി സറണ്ടേഡ് ആയിരിക്കണം നമ്മൾ ഭഗവാന്. അല്ലാതെ നമ്മൾ പകുതി വിശ്വാസത്തോടെ ഇത് അങ്ങനാണോ ഇങ്ങനാണോ ഈ പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ചിന്താഗതി അങ്ങ് കളയുക എന്നുള്ളതാണ് ഫുള്ളി സറണ്ടർ. പിന്നെ ചെയ്യുന്നത് നമ്മളിൽ ഹ്യൂമിലിറ്റി ഉണ്ടാകണം. ഏറ്റവും പ്രധാനം അതാണ്. എനിക്കറിയാം എന്നുള്ള ആ ഒരു ചിന്ത. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് വേറൊരാളെ കുറിച്ച് പറയുന്ന നമ്മളൊക്കെ ഉള്ള ഒരു അഹന്ത, അത് മാറിയെടുക്കണം. അതറിയാമെന്നുള്ള ഒരു ചിന്തയും നമ്മൾ ഉണ്ടായത്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നയം ആത്മപ്രവചനേന ലഭ്യോ മേധയാ. ആ ഒരു ബുദ്ധി കൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകിച്ചും പറയുന്നുണ്ട്. ബൃഹദാശ്രുതേന. ആ ഒരു രീതിയിൽ ഒന്നും നമുക്ക് ഭഗവാനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഭഗവാനെ ഹ്യൂമിലിറ്റി കൊണ്ടും അതുപോലെ ഫുള്ളി സറണ്ടേഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടൂ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റിലേക്ക് എത്തുന്നു, നമ്മൾ മായയിലേക്ക് എത്തുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ അവിടെ വരുന്നത് എന്നുള്ളത്, അല്ലേ? നമ്മള് മായയിലായപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പല തെറ്റുകളും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പല തെറ്റുകളും ചെയ്തു പോകും. തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അയ്യോ നമ്മൾ അത് ചെയ്തത് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അതിനെ ഒളിക്കാൻ നോക്കും. അങ്ങനെ ആ ഒരു ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റിയും നമ്മളിൽ ഉണ്ടാകും. അപ്പം അത് മറ്റുള്ളവർ കണ്ടുപിടിക്കുമല്ലോ എന്ന ഭാവം വെച്ചുകൊണ്ട് നമ്മളിലുള്ള എല്ലാവരിലും ഉള്ള ഭാവങ്ങളാണ് ഇതൊക്കെ. ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യും. ഇതിനൊക്കെ കാരണം നമ്മുടെ സെൻസസ് ഇംപെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇല്യൂഷനിലാണ്, അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ അതേ മറയ്ക്കാൻ നോക്കൂ എന്നും മനസ്സിലാക്കണം. അങ്ങനെ നമ്മള് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലയിടത്തും പല സംഭവങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒന്നേ ഉള്ളൂ മാർഗം, ഭഗവാനെ തന്നെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അർജുനൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ഭഗവാൻ കൂടെ ഇല്ലാതെ വരുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ വരുമ്പോൾ നമുക്ക് പല തെറ്റുകളും ഉണ്ടാകും. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അർജുനനെ പോലെ വലിയ ഭക്തരൊന്നും അല്ല നമ്മള്. ഏത് സമയത്തും ഭഗവാൻ വന്ന് സഹായിക്കൂ എന്ന് പറയത്തക്ക രീതിയിൽ പൂർണ്ണമായി വിശ്വസിക്കാം ഭഗവാനെ. പക്ഷേ നമ്മുടെ കർമ്മം എന്തായിരുന്നു, നമ്മൾ ആരാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തത് എന്താന്ന് നമുക്കറിയില്ല. നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വിഭിന്നാംശമാണ് നമുക്കറിയാം. നമ്മൾ ഭക്തി വളർത്തിയെടുത്തത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും പെരുമാറുന്നതെല്ലാം
നമ്മൾ എപ്പോഴും ചിന്തിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം. എന്താ, അപ്പൊ നമ്മൾ ആത്മാവിനെ ഉണർത്തി നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. ഇത്രയും നേരം ഉറങ്ങിയിട്ട് ഉണർന്ന് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, അതെല്ലാം ഭഗവാൻ ഇഷ്ടമായിട്ട് വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇനി 10ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. പത്ന്യാസ്തവാദിമുഖക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യാം യസ്തശ്രിയോ കൃതഹദേശ വിമുക്തകേശ. പത്ന്യാസ്തവാദിമുഖക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യാം യസ്തശ്രിയോ കൃതഹദേശ വിമുക്തകേശ. പത്ന്യാഹ എന്നാണ്. പത്ന്യാഹ എന്ന് പറഞ്ഞാൽ പത്നിയുടെ, ഭാര്യയുടെ. തവാധിമഖ, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ. അധിമഖ, യജ്ഞസംസ്കാര കർമ്മവേളയിൽ, യജ്ഞം നടക്കുന്ന അവസരത്തിൽ എന്നുള്ള അർത്ഥം. ക്ലിപ്ത എന്ന് പറഞ്ഞാൽ, ഇവിടെ ക്ലിപ്തം എന്ന് വെച്ചാൽ നിജമായിട്ടെന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ക്ലിപ്തം എന്ന് പറയുമ്പോൾ വസ്ത്രധാരണം. ക്ലിപ്ത മഹാഭിഷേക, മഹാഭിഷേകം എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടു മഹാഭിഷിക്തനായിട്ട്. ശ്ലാഘിഷ്ട എന്ന് വെച്ചാൽ അങ്ങനെ പ്രശസ്തി നേടിയ അവസരത്തിൽ എന്ന് വെച്ചാൽ യജ്ഞം നടത്താൻ തയ്യാറായി അതിന്റെ യജമാനായിട്ട് വരിക. ആ സമയത്ത് ശ്ലാഘിഷ്ട ചാരു കബരം, ചാരു എന്ന് വെച്ചാൽ മനോഹരമായ, കബരം മുടിക്കെട്ട്, കിതവൈ എന്ന് വെച്ചാൽ ദുഷ്ടന്മാരാൽ, സഭായാം മഹാസദസ്സിൽ, സ്പൃഷ്ടം പിടികൂടിയ ശേഷം, സ്പൃഷ്ടം പിടിക്കുക എന്നുള്ള അർത്ഥം. വികീര്യ നിയന്ത്രിക്കാൻ പറ്റാത്ത, പദയോഹോ പാദങ്ങളിൽ, പതിത അശ്രുമുഖ്യ അശ്രുമുഖ്യാൻ അശ്രു പതിച്ചു എന്ന് വെച്ചാൽ നേത്രങ്ങളിൽ അശ്രുക്കളോടുകൂടി അഭയം പ്രാപിച്ചവളുടെ, യഹ അദ്ദേഹം ഭഗവാൻ, തത് അവരുടെ, സ്ത്രീയ പത്നിമാർ, അകൃത ആയിത്തീർന്നു, ഹത ഈശ ഭർത്താക്കന്മാർ അപഹരിക്കപ്പെട്ടു, വിമുക്ത കേശ കെട്ടഴിഞ്ഞ മുടി. ഇപ്പം വാക്കുകൾ കുറെ ഉണ്ട് ഇതിനകത്ത്, ശ്രദ്ധിക്കാം. പത്ന്യാഹ പത്നിയുടെ, തവ അങ്ങയുടെ, പത്ന്യാസ്തവ അതിമഖ മഹത്തായ യജ്ഞവേളയിൽ, ക്ലിപ്ത മഹാഭിഷേക, ക്ലിപ്ത വസ്ത്രം ധരിച്ച്, മഹാഭിഷക്തനായിട്ട്, സ്പൃഷ്ടം മഹാഭിഷേകനായിട്ട് എന്ത് ചെയ്തു, ശ്ലാഘിഷ്ടം എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് എത്തിയിരുന്ന അവസരത്തില്, പിന്നെ ശ്ലാഘിഷ്ട ചാരു കബരം, ചാരു എന്ന് വെച്ചാൽ മനോഹരമായ കബരം മുടിക്കെട്ട്, കിതവൈ ദുഷ്ടന്മാരാൽ, സഭായാം ആ മഹാസദസ്സിൽ, സ്പൃഷ്ടം പിടികൂടിയ ശേഷം, വികീര്യ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ, വികീര്യ പദയോഹോ പാദങ്ങളിൽ, പതിത അശ്രുമുഖ്യ എന്നുവെച്ചാൽ പതിക്കപ്പെട്ട അശ്രുക്കളോട് കൂടിയ അവളുടെ എന്നുള്ള അർത്ഥമാണ്. പതിത അശ്രുമുഖ്യ. യഹ എന്ന് പറഞ്ഞിട്ട് അവിടെ വിസർഗമുണ്ട്. യസ്തശ്രിയോ എന്നാണ് കിടക്കുന്നത്. യഹ എന്ന് വെച്ചാൽ ഭഗവാൻ. തത് അവരുടെ, സ്ത്രീയ പത്നിമാർ, അകൃത മീൻസ് ആയിത്തീരുക, ഹത ഈശ ഭർത്താക്കന്മാർ അപഹരിക്കപ്പെട്ടു. ഈശ ഹത അങ്ങ് തിരിച്ചെടുക്കണം. ഭർത്താക്കന്മാർ അപഹരിക്കപ്പെട്ടു. വിമുക്ത കേശ കെട്ടഴിഞ്ഞു കിടക്കുന്ന മുടി. ഇത്രയാണ് ആ വാക്കുകൾ അവിടെ ഉള്ളത്. അപ്പം പത്ന്യാഹ തവ അധിമഖ ക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ട ചാരുകബരം കിതവൈഹി സഭായാം സ്പൃഷ്ടം വികീര്യ പദയോഹോ പതിത അശ്രുമുഖ്യ യഹ തത് സ്ത്രിയഃ അകൃത ഹദേശ വിമുക്ത കേശാഃ.
അതിലെ വാക്കുകൾ ഇത്രയാണുള്ളത്. ശ്ലോകം വായിക്കുന്നോ? ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്ന്യാ വായിക്കാത്തവര് വേണേ വായിക്കാൻ. പത്ന്യാ വായിക്കട്ടെ മാതാജി. പത്ന്യാസ്തവാദിമഖക്ലപ്തമഖാഭിഷേകാം ശ്ലാഘിഷ്ടചാരുകബരം ഗിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോപതിദാശ്രുമുഖ്യ യത്ത സ്ത്രീയോ കൃതഹദേശ വിമുക്തകേശഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മതി. ഹരേ കൃഷ്ണ. വേറെ ഒരാളോട് വായിക്കും. പ്രഭു സാരും വരുന്നില്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. പത്ന്യാസ്തവാദിമുഖ ക്ലിപ്ത മഹാഭിഷേക ശാഖിഷ്ടം ചാരു കബേരം കിതവൈ സഭായം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യ യസ്താദ് സ്ത്രീയോ അകൃതഹദേ ശവിമുക്തകേശഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലാഘിഷ്ട ചാരു കബരം സ്ത്രീയോ, അത് രണ്ടുകൊണ്ട് ശ്രദ്ധിക്കാം. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പജ്ഞാസ്തവാദിമഹക്ലപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യ യസ്താ സ്ത്രീയോ കൃതഹതേശ വിമുക്തകേശഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിവർത്തനം നോക്കാം. മഹത്തായ രാജസൂയ യജ്ഞാനുഷ്ഠാനത്തിനായി പരിശുദ്ധമാക്കി കെട്ടി അലങ്കരിച്ചിരുന്ന അങ്ങയുടെ രാജ്ഞിയുടെ കേശഭാരം അഴിച്ച് അലങ്കോലമാക്കാൻ ധൈര്യപ്പെട്ട പത്നിമാരുടെ മുടി അഴിപ്പിച്ചതും ഭഗവാൻ മാത്രമാകുന്നു. ആ സമയം നയനങ്ങളിൽ അസുക്കളോടുകൂടി ദ്രൗപദി ഭഗവാന്റെ പദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ചു. കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അപ്പം ആ യജ്ഞത്തിനൊക്കെ വരുമ്പോ അവരുടെ ആ കേശങ്ങളെല്ലാം അലങ്കരിച്ച് കെട്ടി രാജ്ഞിയുടെ സ്ഥാനത്ത് രാജ്ഞിയെ ഇരുത്തേണ്ട രീതിയിൽ ഇരുത്തണമെന്നുണ്ട്. അപ്പൊ ആ മുടി വലിച്ചിഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന, അങ്ങനെ അതിനുമുമ്പ് യജ്ഞം നടത്തിയപ്പോഴും അങ്ങനെയായിരുന്നു. രാജ്ഞിയുടേതായ സ്ഥാനമുണ്ട്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? രാജ്ഞിയുടെ മുടി വലിച്ചിഴക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ പാദപത്മങ്ങള് ഉണ്ട് എങ്കിൽ നമുക്കിതൊന്നും ഒരു കാര്യമല്ല എന്ന് പറയുകയാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്? ഭഗവാന്റെ പാദപല്ലവങ്ങളെ ആശ്രയിച്ചവർക്ക് ഭൗതിക ലോകം എന്ന ഒരു സാഗരം കാലിക്കുളമ്പില് അല്പം വെള്ളം പോലെയാണ്. ഭഗവാന്റെ പാദപത്മങ്ങളെ ശരിയായി ആശ്രയിക്കുന്നവർക്ക് ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ വലിയ കഷ്ടപ്പെട്ട ഇവർക്ക് ഇവിടെ ഉണ്ടായ ദ്രൗപദിക്കുണ്ടായ അപമാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, അപ്പൊ ആ ഒരു വലിയ ഈ സംസാര സാഗരം എന്ന് പറയുന്നത് ആ ഒരു കാൽക്കുളമ്പിലെ അല്പം ജലം പോലെ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുദേർ വത്സപദം പരംപദം പദം പദം യത്തിപദം നദേശ. അപ്പൊ അതിനുള്ള ശ്ലോകം ഭാഗവതം നിങ്ങൾ പഠിക്കും. അപ്പൊ അവിടെ ഈ ഒരു വളരെ ചെറിയ ഇതുപോലെ ഉള്ളു ഭഗവാന്റെ പാദത്തെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നിർവിഘ്നം, ഒരു പ്രശ്നവും ഇല്ലാതെ പോകും. പക്ഷെ എന്താണ്? വേണ്ട രീതിയിൽ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കണമെന്ന് മാത്രം. അപ്പം സനാതന ഗോസ്വാമിയൊക്കെ പറയുന്നത് ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഭഗവാന്റെ തൃപ്പാദം എന്നാണ് പറയുന്നത്. അതാണ് നമ്മള് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസീദളങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കുമാരന്മാരെ ഭഗവാനെ കാണുമ്പോ ഭഗവാന്റെ പാദപത്മത്തിൽ അർപ്പിച്ച തുളസീദളത്തിന്റെ മണം കൊണ്ടാണ് അവര് ഭഗവാനെ ശരിക്കും, അതുവരെയും ഭഗവാൻ എന്നുള്ള ആ ഭഗവാനോട് ചെയ്യേണ്ടിരുന്ന യഥാർത്ഥത്തിലുള്ള സേവയെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ശരിക്കും മനസ്സിലാകുന്നത് ആ സമയത്താണ്. അപ്പൊ ഭഗവാന് ആരാണെന്ന് മനസ്സിലാക്കി ഭഗവാന് വേണ്ടി സേവ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഭഗവാന്റെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷെ വേണ്ട രീതിയിലായിരിക്കും ഭഗവാൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല, നമ്മൾ അത് വേണ്ട രീതിയിൽ എടുത്തെന്നും വരത്തില്ല. ഇവിടെ തന്നെ നമുക്കറിയാം, ആദ്യമൊന്നും ദ്രൗപദി വിളിക്കുന്നുണ്ടല്ലേ. ദ്രൗപദി വിളിക്കുന്ന അവസരത്തിൽ ആദ്യമൊക്കെ വരുന്നുണ്ടോ? ഇല്ല. ഭഗവാൻ എല്ലാത്തിനും ഒരു കർക്കശമായ നിയമമുണ്ട്. അതിനനുസരിച്ച് ഭഗവാൻ ചെയ്യുള്ളൂ. എത്രമാത്രം നമ്മൾ ആ പാദപത്മത്തിലേക്ക് എത്രമാത്രം അവസരം
ആ അവസരം കൂടി ഭഗവാൻ നോക്കും. അതും കൂടി പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ രാജസൂയ യജ്ഞത്തിൽ പവിത്രമാക്കിയ മുടിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദ്രൗപദിക്ക് ഉണ്ടായിരുന്നത്. മനോഹരമായതുമായ മുടിക്കെട്ടാണ് രാജ്ഞി ദ്രൗപദിക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ രാജസൂയ യജ്ഞം നടത്തിയതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ രാജ്ഞിയുടെ മുടി ഇവിടെ ചൂതുകളിയിൽ നഷ്ടപ്പെട്ട അവസരത്തിൽ ആ ദുശാസനൻ അവളുടെ മുടിക്ക് വലിച്ചിഴച്ചാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അവളെ അപമാനിതയാക്കിയ സമയത്ത് ആ എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കെ ധർമ്മം 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 എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നോക്കി നിൽക്കുന്ന അവസരത്തില് ആരും അവളെ സഹായിക്കാൻ ഉണ്ടായില്ല. അവസാനം ഭഗവാനെ വിളിച്ച് കരയുന്ന അവസരത്തിൽ, ഭഗവാനേ എന്റെ ഹൃദയനാഥ, ആദ്യം ദ്വാരകാധീശനായ ഭഗവാനെ എന്ന് വിളിച്ചു നോക്കി. ഭഗവാൻ വന്നില്ല. പല വിധത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ അവൾ എന്ത് ചെയ്യുന്നു? അതിനെ എതിർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനിലേക്ക് 100% ഭഗവാനിലേക്ക് ആ മനസ്സർപ്പിതമാവുമ്പോൾ മാത്രമേ, കാരണം നമ്മൾ നമ്മുടേതായ കഴിവുകൊണ്ട് നമ്മൾക്കത് അതിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ ശ്രമിക്കുമ്പോൾ ഭഗവാൻ വരില്ല. നമ്മുടെ കഴിവും വിട്ടിട്ട് ഭഗവാൻ തന്നെ ശരണം എന്നുള്ള ആ ഒരു ചിന്താഗതി എത്തുമ്പോഴാണ് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ എപ്പോഴും നമുക്കറിയാം, ആ ഏതൊരു രീതിയിലായാലും ഭഗവാൻ ഓരോന്നും എഴുതി വെക്കുന്നുണ്ട്, എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഭഗവാന്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാൻ കഴിയത്തില്ല. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു അക്രൂരൻ എന്ന് പറയുന്നത്. അക്രൂര പ്രയേഴ്സ് നിങ്ങൾ ചിലപ്പം വായിച്ചിട്ടുണ്ടാവും, ഭാഗവതം പഠിച്ചവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അക്രൂരനാണ് ഭഗവാനെ വിളിച്ചുകൊണ്ടു പോകാൻ എവിടെ എത്തുന്നത്? ഗോകുലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ വന്ന് അക്രൂരനെ വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അക്രൂരൻ വളരെ ഭഗവാനെ നടന്ന പാത മണ്ണ് കണ്ടപ്പോഴേ അവിടെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാന്റെ പാദമെന്നും പറഞ്ഞ്. അക്രൂര പ്രാർത്ഥന കേൾക്കുമ്പോ അറിയാം അത്രമാത്രം ഭക്തിയാണ് അക്രൂരനിൽ നമ്മൾ കാണുന്നത്. വളരെ പരമപവിത്രമായ ഭക്തി നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഉള്ള അക്രൂരൻ പോലും പിന്നീട് അവിടെ വൃന്ദാവനത്തിൽ ചെന്നപ്പം ഗോപികമാര് വളരെ വിഷമിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ. വളരെയധികം വിഷമിച്ച് അവരുടെ ആ സങ്കട സമയത്ത് അക്രൂരൻ ചെന്ന് എന്ത് ചെയ്തില്ല, അവരെ സമാശ്വസിപ്പിച്ചില്ല. അവരുടെ ആ വിഷമത്തിൽ നിന്ന് അവരെ ഭക്തന്മാരാണ് ഗോപികമാരെന്ന് പറയുമ്പോൾ ഭക്തകളാണ്. അവരെ ഒന്നുകിൽ ഭഗവാൻ തിരിച്ചു വരുമെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കാതെ കൃഷ്ണനെയും കൊണ്ടങ്ങ് നേരിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ശുദ്ധഭക്തന്മാര് പറയുന്നത് അക്രൂരന് പിന്നീട് സെമന്തകമണിയുടെ പ്രശ്നം ഉണ്ടായ അവസരത്തില് ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഭഗവാന്റെ അടുത്ത് നിന്ന് ചില പഴികളെ കേൾക്കേണ്ടതായിട്ട് വന്നു. ഭഗവാനെ ആ സമയത്ത് പൂർണ്ണ ശരണം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പാപം അവരിലുണ്ടായിരുന്നു. ശുദ്ധഭക്തരെ ഉപദ്രവിക്കുന്ന, ശുദ്ധഭക്തരോട് കാരുണ്യം കാണിക്കണം. ശുദ്ധഭക്തരോട് കാരുണ്യം കാണിക്കാത്തവരെ ഭഗവാൻ ചിലപ്പോൾ അതും ശിക്ഷിക്കുന്നത് എന്തിനാണ്? നല്ലതാക്കാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. അപ്പൊ അക്രൂരനെ അങ്ങനെ കുറെ നാള് ഭഗവാന്റെ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത് എന്താണ്? ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് അപ്പൊ ഭഗവാനെ വിട്ടു നിൽക്കുമ്പോൾ എത്രമാത്രം വിഷമം നമുക്കുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഗോപികമാരെ വിളിച്ച് ഭയങ്കര വിഷമത്തോടു കൂടി നിന്ന സമയത്ത് ഒരല്പസമയം പോയി ഗോപികമാരെ ഒന്ന് സമാശ്വസിപ്പിച്ചില്ല എന്നത് ഭഗവാൻ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇവിടെ വേണ്ട സമയത്ത്, അവസാന സമയത്ത് ദ്രൗപദി എല്ലാം വിട്ടിട്ട് ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞപ്പോഴാണ്, എല്ലാ രീതിയിലെത്തിയപ്പോഴാണ് അവിടെ ദുശാസനെ പരാജിതനാക്കിക്കൊണ്ട് തുണി ഇഷ്ടം പോലെ സാരി കൊടുക്കുന്ന കഥ നിങ്ങൾക്കറിയാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. മുടിക്കെട്ടുകൾ അഴിച്ചു. അതുകൊണ്ട് പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? കുരുക്ഷേത്ര യുദ്ധാനന്തരം ഈ ദുശാസനന്റെയും കൂട്ടരുടെയും പത്മാരുടെ തുണികളെയും തലമുടി എന്നും അതുപോലെ അഴിഞ്ഞു കിടക്കേണ്ട ഒരു ഗതികേട് വരുത്തി എന്നിവിടെയാണ് പറയുന്നു. ഭഗവാൻ തീരുമാനിച്ചു. അപ്പം ദുശാസന്റെയും കൂട്ടരുടെയും പത്നിമാരുടെ മുടിക്കെട്ടുകൾ എന്നേക്കുമായി അഴിച്ചിടണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. കുരുക്ഷേത്ര യുദ്ധാനന്തരം ധൃതരാഷ്ട്രരുടെ സർവ്വപുത്രന്മാരും പൗത്രന്മാരും വധിക്കപ്പെടുകയാൽ ആ കുലത്തിലെ എല്ലാ സ്ത്രീജനങ്ങളും വിധവകളായി മാറി എന്നാണ് പറയുന്നത്. അവരുടെ മുടിക്കെട്ടുകൾ എന്നേക്കുമായി അഴിച്ചിട്ടു. അന്യഥാ ഭഗവാന്റെ ഭക്തയെ ദുശാസനൻ അപമാനിതയാക്കിയതിനാൽ കുരുവംശത്തിലെ എല്ലാ പത്നിമാരും വിധവകളായി തീർന്നു. അപ്പൊ തന്നെ അപമാനിക്കുന്ന ഏതക്രമിയോടും, തന്റെ ഭക്തനെ അപമാനിക്കുന്ന ഏതക്രമിയോടും ഭഗവാൻ ഒരു പിതാവ് പുത്രനോട് എന്ന പോലെ ചിലപ്പോ തന്നെ ആക്രമിച്ചാൽ ക്ഷമിക്കും,
പക്ഷേ തന്റെ ഭക്തനെ ആക്രമിച്ചാൽ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ആത്മാവിനെ അപമാനിക്കുക വഴി എല്ലാവിധ സത്പ്രവൃത്തികളുടെയും പാപവും ആശീർവാദവും നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധഭക്തന്മാരെ, ഭഗവത് ഭക്തന്മാര്, അവരെന്തോ ആയിക്കോട്ടെ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, എന്റെ ഭക്തനെ ഞാൻ നോക്കിക്കോളാം, അവൻ തെറ്റുകൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാം നോക്കാൻ, അല്ലാതെ നിങ്ങൾ ആരും അതിന് മാർക്കിടണ്ട എന്ന രീതിയിലുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മള് വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം ഭക്തന്മാരെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഭഗവാനുണ്ട്. പക്ഷെ ഭക്തൻ എന്ന് പറയുമ്പോൾ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഭക്തനല്ല. ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയല്ല, എന്താണ് സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പം ഒരുപാട് പേര് എന്ത് നടത്തുന്നുണ്ട്, ഈ ഭാഗവത വായനയ്ക്ക് പോകുന്നുണ്ട്. കൂടുതൽ പേരും എന്താണ്, പൈസ വാങ്ങിച്ചിട്ടാണ്, ദക്ഷിണയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് കാര്യമില്ല. ഭഗവാനിലേക്ക് സ്വയം എല്ലാം സമ്പൂർണമായി കൊടുത്തിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമായിരിക്കും ഫലം പൂർണ്ണമായും കിട്ടുക. ബാക്കിയുള്ളവർക്കും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ പൂർണ്ണത കിട്ടില്ല. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താൻ സമയമായി കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. 18 ക്ഷൗണികട വട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ദ്വാരകയിലോട്ട് പോകുന്ന സമയത്ത്, അത് ആർക്കായിരുന്നു മാതാജി? വെറുതെ എന്തുവാ, ജരാസന്ധന്. ജരാസന്ധന. ഓക്കെ ഓക്കെ. അത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പോ 18 13 മാതാജി. 13 13 അല്ലെ? അത് ജരാസന്ധൻ ക്ഷൗണികപട ഉണ്ടായിരുന്നപ്പോഴാണ്. 18 യുദ്ധം എന്നാണ്. അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഭഗവാന് ഓടി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ദ്വാരകയിലോട്ട് അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റാതെ അല്ലെ? അതിന് മുമ്പ് തന്നെ പോയി. അതിനു മുമ്പ് തന്നെ പോയല്ലോ. പോയത്. താങ്ക് യു.